ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. കർക്കിടക മാസം കഴിയാറായി, ഇപ്പോൾ ചിങ്ങം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ വന്നിരിക്കുന്നൊരു ഓണവിഭവമായിട്ടാണ്. ഇപ്പോൾ സദ്യയിലെ ഒരു പ്രധാന വിഭവമായ ഇഞ്ചിക്കറിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് 2-3 ഇഞ്ചിക്കറിയുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിപ്പുളി, അതുപോലെ തന്നെ ഇഞ്ചി തീയൽ, ഇഞ്ചി തൈര്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ കുറേയധികം പായസം റെസിപ്പീസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതുകൊണ്ട് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്കിന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചീകിക്കളയണം. ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചി മാത്രമേ കാണുകയുള്ളൂ. തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത ഇഞ്ചി നമുക്കൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കനം കുറച്ച് വട്ടത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇഞ്ചിയെല്ലാം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി 250 ml കപ്പിന് 1 കപ്പ് ഇഞ്ചിയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. വാളംപുളി ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് നേരടി പിഴിഞ്ഞ് മാറ്റി വെക്കണം. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. കറിക്ക് ആവശ്യമുള്ള പൊടികളാണിത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. ഇഞ്ചി എണ്ണയിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ ഇഞ്ചിയുടെ പച്ച ചുവയെല്ലാം മാറി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു കുത്തും എരിവും എല്ലാം നിൽക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കണം. ഇഞ്ചി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്ത് നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഇഞ്ചി ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. വറുത്ത് വെച്ച ഇഞ്ചി ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചി ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഈ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. പുളിവെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കായപ്പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 8 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. ഇഞ്ചിക്കറി ഒന്ന് നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇഞ്ചിക്കറി പാകത്തിന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ ഇഞ്ചി വറുത്തെടുത്ത ബാക്കി എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി മുളകും കറിവേപ്പിലെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.